ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് എടുത്തത്. അപ്പം നമ്മൾ ഒരു 25,040 ആയപ്പോഴത്തേനും നിഫ്റ്റിയിൽ ഒരു റിവേഴ്സ് കണ്ടു. അപ്പം ഞാൻ ലെവൽസ് എല്ലാം വെച്ച് നോക്കിയപ്പം ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മുകളിലത്തെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുമെന്നാണ് ഞാൻ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് 25,150 ഞാൻ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 50 പോയിൻറ്റ്സോടെ നമുക്ക് റാലി കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ലോട്ട് മാത്രമാണ് ബൈ ചെയ്തത്, കാരണം ക്യാപിറ്റൽ നല്ല രീതിയിൽ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ഓഡിയോ കിട്ടിയത്, കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് പ്രോഫിറ്റും ഞാൻ കാണിക്കുന്നുണ്ട്, എത്രത്തോളം രൂപ കിട്ടിയെന്നുള്ളത്. അപ്പ് സ്റ്റോക്കിലാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഒരു ഡൗൺഫാൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ലൊരു ഡൗൺഫാൾ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു ചാർട്ട് പാറ്റേൺ മിക്ക സമയത്ത് റിപ്പീറ്റ് ആകാറുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ഈ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അതൊരു 9:15 തൊട്ട് തന്നെ നല്ലൊരു ഡൗൺഫാൾ വന്നു, ശേഷം ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നു, വീണ്ടും നല്ല രീതിയിലൊരു ഡൗൺഫാൾ വന്നു. അപ്പം ഒരു 11 മണി വരെ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ കീഴിൽ ഞാൻ കുറേ ചാർട്ടുകൾ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു. അപ്പം ഈ ചാർട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിച്ചു വെക്കും. ഈ ഒരു പാറ്റേൺസ് എങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു. അപ്പം എൻ്റെ എൻ്റെ സിസ്റ്റത്തിലൊരു ഫോൾഡറിൽ തന്നെ ഒരു 200-300ഓളം ചാർട്ടുകൾ ഞാനിങ്ങനെ 2018 തൊട്ടുള്ള സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു മനസ്സിൽ ചില പാറ്റേൺസ് റിപ്പീറ്റായി വരാറുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ കണ്ടപ്പം എനിക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഐ തോട്ട് ഇറ്റ് വിൽ റിവേഴ്സ്. അപ്പം പിന്നീട് ഞാൻ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഞാൻ നോക്കി. അപ്പം 25,150 ഒരു ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഫില്ലാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ടാണ് ഒരു ഡയറക്ഷണൽ ട്രേഡിന് ഞാൻ മുതിർന്നത്. ഓക്കെ, സാധാരണ ഞാൻ സ്കാൽപ്പിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ നോക്കാറുള്ളത്. പക്ഷേ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ലോങ് റൈഡ് കിട്ടിയത്. ഓക്കെ, അപ്പം വീഡിയോ ജസ്റ്റ് കാണുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് ജസ്റ്റ് ഒരു 1.5x 2x സ്പീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വരും ദിവസങ്ങളിൽ ഇതുപോലെ ലൈവ് റെക്കോർഡായിട്ട് കിട്ടുവാണെങ്കിൽ അത് നിങ്ങളുടെ സജഷനുകൾ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.